ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB, NTPC അതുപോലെ JEE എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എഗെയിൻ ഞാൻ പറയുന്നു, ഈ പറയുന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് സെന്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഡെറാഡൂണിൽ. എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് കണക്റ്റഡായിട്ട് പറയാൻ പോകുന്നത്. സോ എന്ത് ചെയ്യുക, അതുകൂടി പഠിച്ചേക്കുക. അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡെറാഡൂണിലാണ്. അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഡെറാഡൂണിലാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന എന്താണ്? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. ഓക്കെ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അടുത്തത് എന്താണ്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? ലക്നൌവിലാണ്. ഓക്കെ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലാണ്. അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓക്കെ, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെന്നൈയിലാണ്. ഓക്കെ, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചെന്നൈയിലാണ്. ക്വസ്റ്റ്യൻ അഗൈൻ വന്നു സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓക്കെ, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്കിലാണ്. ഓക്കെ, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലെ കട്ടക്കില്. സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസറും എന്താണ്? കട്ടക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഡെറാഡൂണിലാണ്. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ലക്നൌവിലും, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ചെന്നൈയിലും, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എവിടെയുമാണ്? കട്ടക്കിലുമാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കൊൽക്കത്തയാണ്. ഓക്കെ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതുപോലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ ടീ ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതും കൊൽക്കത്തയിലാണ് കേട്ടോ. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സാമിന് അഗൈൻ ക്വസ്റ്റ്യൻ വന്നു കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലും കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരുമാണ് കേട്ടോ. ഓക്കെ, കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയുമാണ്? ബാംഗ്ലൂരുമാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് പഠിച്ചിരിക്കണം.
ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരുന്നു? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിലാണ്. ഓക്കെ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ഡെറാഡൂണിലാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരുന്നു ചോദിച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലാണ്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചെന്നൈയിലാണ്. അതുപോലെ തന്നെ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടക്കിലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയാണ്. കണക്ട് ചെയ്ത് ഓർക്കുക, ടീ ബോർഡ് ഓഫ് ഇന്ത്യ കൊൽക്കത്ത തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെതോ ബാംഗ്ലൂർ. പ്രീവിയസ് ഇയറിൽ നിന്ന് തന്നെ ചോയ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാം ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാം നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് വാസ് ഡിക്ലെയർഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഡ്യൂ ടു യുണീക് നാച്ചുറൽ എൻവയോൺമെന്റ് ബൈ ദ യുനെസ്കോ ഇൻ 1985? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ കാര്യം. ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിൽ 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് എന്തിനെയാണ്? 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാം. ഓക്കെ, മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാം. അങ്ങനെയാണെങ്കിൽ 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ഒന്നെന്ന് പറയുന്നത് കാസിരംഗ നാഷണൽ പാർക്ക്. ഓക്കെ, കാസിരംഗ നാഷണൽ പാർക്ക്. ദെൻ നമ്മുടെ ഓപ്ഷനിലുള്ള മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാസിരംഗ നാഷണൽ പാർക്ക്, മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ കിയോലാഡിയോ നാഷണൽ പാർക്ക്. കിയോലാഡിയോ നാഷണൽ പാർക്ക് ഇതിനെയും മൂന്നിനെയുമാണ് 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൽ കാസിരംഗ നാഷണൽ പാർക്കും മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ഇത് രണ്ടും എവിടെയാണ്? ആസാമിലാണ് അല്ലെ. ഇത് രണ്ടും എവിടെയാണ്? ആസാമിലും. കിയോലാഡിയോ നാഷണൽ പാർക്ക് എവിടെയാണ്? കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനിലുമാണ് കേട്ടോ. കിയോലാഡിയോ നാഷണൽ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനിൽ. അപ്പൊ അറിയുക, 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പ്ലേസസ് അല്ലെങ്കിൽ മോണുമെന്റ്സിനെ ആഡ് ചെയ്യുന്നത് 1983. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് കാസിരംഗ നാഷണൽ പാർക്ക്, മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കിയോലാഡിയോ നാഷണൽ പാർക്ക്. ഓക്കെ, കാസിരംഗ നാഷണൽ പാർക്ക്, മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, കിയോലാഡിയോ നാഷണൽ പാർക്ക്. ഇതിൽ കാസിരംഗ നാഷണൽ പാർക്കും മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ആസാമിലാണ്. കിയോലാഡിയോ നാഷണൽ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അത് ഓർത്തിരിക്കാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻ കണ്ടോ, ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക്. നമ്മുടെ എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന്. ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന് നോട്ട് ചെയ്തോളുക. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഗുജറാത്തിൽ. ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം അത് 2004 എന്നാണ് 2004. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട്, ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന്. എവിടെയാണ് ചാമ്പനീർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക്? ഗുജറാത്തിലാണ്. ഇനി കേവ്സ് ഓഫ് എലിഫന്റ. എലിഫന്റ കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സുന്ദർബൻസ് നാഷണൽ പാർക്ക് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, എലിഫന്റ കേവ്സ് മഹാരാഷ്ട്രയിലും സുന്ദർബൻസ് നാഷണൽ പാർക്ക് എവിടെയുമാണ്? വെസ്റ്റ് ബംഗാളിലുമാണ്. എലിഫന്റ കേവ്സിനെയും സുന്ദർബൻസ് നാഷണൽ പാർക്കിനെയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? 1987. ഓൾറെഡി നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ കംപ്ലീറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടുണ്ട്, ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് എലിഫന്റ കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. സുന്ദർബൻസ് നാഷണൽ പാർക്ക് എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. അപ്പൊ എലിഫന്റ കേവ്സിനെയും അതുപോലെ തന്നെ സുന്ദർബൻസ് നാഷണൽ പാർക്കിനെയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം മറക്കണ്ട, 1987. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം.
ഞാൻ പറയുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ നോട്ട്സ് എഴുതിയേക്കുക, പറയുന്നതിന് കൂടെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 1985 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്ത് എന്തിനൊക്കെയാ? കാസിരംഗ നാഷണൽ പാർക്ക്, കിയോലാഡിയോ നാഷണൽ പാർക്ക്, മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിൽ കാസിരംഗ നാഷണൽ പാർക്കും മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ആസാമിലാണ്. കിയോലാഡിയോ നാഷണൽ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനിൽ. ഇവയെ മൂന്നേ ആഡ് ചെയ്യുന്ന വർഷം എന്നാ? 1985. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ചാമ്പനീർ പവാഗഡ്. ചാമ്പനീർ പവാഗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കിയോളജിക്കൽ പാർക്കാണ്. ഇത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2004 ചാമ്പനീർ പവാഗഡിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പിന്നീട് വന്നത് സുന്ദർബൻസ് നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാൾ, അതുപോലെ എലിഫന്റ കേവ്സ് മഹാരാഷ്ട്ര. ഇതിനെ രണ്ടിനെയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്നത് 1987 എന്നാണ്? 1987. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇന്ത്യ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഗുജറാത്തിലാണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്തിലാണ്. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ സ്റ്റാച്യു ആണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ സ്റ്റാച്യു ആ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ് അല്ലേ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റില്. ഓക്കെ, ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റില് കെവാഡിയ ടൗണിൽ. ഓക്കെ, ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റില് കെവാഡിയ ടൗണിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ കെവാഡിയ എന്ന് പറയുന്ന പേര് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കെവാഡിയ എന്ന് പറയുന്ന പ്ലേസിന്റെ പേര് റീസെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കെവാഡിയ എന്ന് പറയുന്ന പ്ലേസിന്റെ പേര് എന്താക്കിയിട്ടുണ്ട്? ഏകതാ നഗർ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, കെവാഡിയ എന്ന് പറയുന്ന പ്ലേസിന്റെ പേര് എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഏകതാ നഗർ എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇതിന് ആൻസർ സർദാർ വല്ലഭായ് പട്ടേലിന്റെതാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിലെ കെവാഡിയ ടൗണിലാണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗ്രേറ്റ് ചെയ്യുന്നത് 2018 ഒക്ടോബർ 31 ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ ഡിസൈൻ ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഡിസൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ റാം വി സുധർ ആണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഡിസൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ റാം വി സുധർ ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ തുടക്കത്തിലെ പറയേണ്ടതായിരുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണ്? 182 മീറ്റർ ആണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണ്? 182 മീറ്റർ. ദെൻ അതുപോലെ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണ്? ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണ്? സാധുബെറ്റ് ഐലൻഡ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ഐലൻഡ് ഏതാണ്? സാധുബെറ്റ് ഐലൻഡ്. ഓക്കെ, അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ ബേസ് ചെയ്ത് നമ്മുടെ പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഈ കണക്റ്റഡ് ആക്കി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തില്. ഇനി ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടേതാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ നർമ്മദ ഡിസ്ട്രിക്റ്റിലെ കെവാഡിയ ടൗണിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റ് എത്രയാണെന്ന് അറിയുക? 182 മീറ്റർ ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇനാഗുറേറ്റ് ചെയ്യുന്ന എന്നാണ്? 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഡിസൈൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ റാം വി സുധർ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് ഐലൻഡിലാണ്? സാധുബെറ്റ് ഐലൻഡ്. ഒരു തവണ എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു സാധുബെറ്റ് ഐലൻഡ് ഏത് സ്റ്റേറ്റിലാണ്? സാധുബെറ്റ് ഐലൻഡ് എവിടെയാണ്? സാധുബെറ്റ് ഐലൻഡ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഏത് സ്റ്റേറ്റ് ആണ്? ഗുജറാത്ത് ആണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന്? സാധുബെറ്റ് ഐലൻഡിലാണെന്ന്.
സോ സാധുബറ്റി ഐലൻഡ് സ്റ്റേറ്റ് ചോദിച്ചാൽ നമ്മൾ എഴുതും എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ആർക്കിടെക്ചറലി പ്ലാൻഡ് സിറ്റി? ഓക്കെ, പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സിറ്റിയാണ്? ചണ്ഡീഗഡിനെയാണ് കേട്ടോ. ഓക്കെ, പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് സിറ്റിയാണ്? ചണ്ഡീഗഡിനെയാണ് പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത്. ആൻഡ് ദ സിറ്റി വാസ് പ്ലാൻഡ് ബൈ, ഇത് പ്ലാൻ ചെയ്യുന്നത് ആരാണ്? പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡാണ്. ഈ ഒരു സിറ്റി പ്ലാൻ ചെയ്തത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ആളുടെ പേര് നോട്ട് ചെയ്തോളുക, ലേ കൊർബൂസിയർ. ഓക്കെ, ആരാണ്? ലേ കൊർബൂസിയർ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്ലാൻഡ് സിറ്റി ആണ് ഏത്? ചണ്ഡീഗഡ്. പ്ലാൻഡ് സിറ്റി ആയിട്ടുള്ള ചണ്ഡീഗഡ് പ്ലാൻ ചെയ്യുന്നത് ആരാണ്? ലേ കൊർബൂസിയർ. ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചോളുക, പ്ലാൻഡ് സിറ്റി ആയിട്ടുള്ള ചണ്ഡീഗഡ് പ്ലാൻ ചെയ്യുന്ന ലേ കൊർബൂസിയർ ഏത് രാജ്യക്കാരനാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ്, പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ് പ്ലാൻ ചെയ്യുന്ന ആരാണ്? ലേ കൊർബൂസിയർ ആണ്. ഈ ലേ കൊർബൂസിയർ ഏത് രാജ്യക്കാരനാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ്. അപ്പൊ പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഏത് സിറ്റിയാണ്? ചണ്ഡീഗഡ് ആണ്. പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ്, ഇത് പ്ലാൻ ചെയ്യുന്ന ആരാണ്? ലേ കൊർബൂസിയർ ആണ്. ലേ കൊർബൂസിയർ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസുകാരനാണ്. ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഈ രണ്ട് ഫാക്റ്റുകളൂടെ എക്സ്ട്രാ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് കഴിഞ്ഞ NTPC എക്സാം നടന്നത് ടോട്ടൽ 133 ഷിഫ്റ്റിലായിട്ടായിരുന്നു അല്ലേ? അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ നമ്മൾ കണക്റ്റഡ് ഫാക്റ്റുകൾ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ടയർ 1 എക്സാം അതായത് ആ ഒരു GK പ്രയോറിറ്റി ഏതൊക്കെ ഏരിയയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. സോ ഈ പറഞ്ഞു തരുന്നതിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാൻ നിൽക്കരുത്. എല്ലാം എന്ത് ചെയ്യുക? പ്രോപ്പർലി പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ എന്താവും? 100% എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ? ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ ആണ് 1913 ഓക്കെ രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഫിലിം 1913 പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് വെക്കണം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി വന്നിട്ടുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഓക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണെന്ന് അറിയണം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം 1969 ഓക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1969 ഓക്കെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1969 അപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഫസ്റ്റ് ലഭിക്കുന്നത് ആർക്കാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ദേവിക റാണി. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വിന്നർ ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആരാണ്? ദേവിക റാണി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനോട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കണേ. ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. അപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ 1913 രാജ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ഫിലിം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫിലിം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാ? 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണ്? ദേവിക റാണി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വ്യാസ സമ്മാൻ എ ലിറ്റററി അവാർഡ് വാസ് ഫസ്റ്റ് അവാർഡ് എന്ത് ചെയ്യുക? അപ്പൊ ലിറ്റററി അവാർഡ് ആയിട്ടുള്ള വ്യാസ സമ്മാൻ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിൽ ഹിന്ദി ലിറ്ററേച്ചറിൽ കൊടുക്കുന്ന അവാർഡാണ് ഏതെന്ന് പറയുന്നത്? വ്യാസ സമ്മാൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് അവാർഡ് നൽകിയ വർഷം എന്നാണ്? 1991 ഓക്കെ, വ്യാസ സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് നൽകിയ വർഷം എന്നാണ്? 1991 അപ്പൊ വ്യാസ സമ്മാൻ അവാർഡ് നൽകുന്നത് ഹിന്ദി ലിറ്ററേച്ചറിനാണെന്ന് അറിയുക.
ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഈ വ്യാസസമ്മാൻ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, വ്യാസസമ്മാൻ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, വ്യാസസമ്മാൻ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. അപ്പൊ വ്യാസസമ്മാൻ അവാർഡ് ഫസ്റ്റ് അവാർഡ് ചെയ്ത വർഷം എന്നാണ് 1991-ലാണ്. ഈ 1991-ൽ തന്നെയാണ് സരസ്വതി സമ്മാൻ അവാർഡ്. ഓക്കെ, ഈ 1991-ൽ തന്നെയാണ് ഇത് സരസ്വതി സമ്മാൻ അവാർഡ്. ഈ സരസ്വതി സമ്മാൻ അവാർഡ് നൽകുന്നത് ഏത് ഫൗണ്ടേഷൻ ആണ്? KK ബിർള ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ വ്യാസസമ്മാൻ ലിറ്റററി അവാർഡ് ഹിന്ദി ലിറ്ററേച്ചറിൽ നൽകുന്നു. ഫസ്റ്റ് അവാർഡ് എന്ത് ചെയ്യുക? 1991. അവിടുന്ന് എക്സാമിന് ചോദിച്ച അടുത്ത കാര്യം കണക്ട് ചെയ്യുക. എന്താണ്? സരസ്വതി സമ്മാൻ അവാർഡ് അല്ലെ? സരസ്വതി സമ്മാൻ അവാർഡ് ഏത് വർഷം തന്നെയാണ്? 1991-ൽ തന്നെയാണ്. ഇനി സരസ്വതി സമ്മാൻ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സരസ്വതി സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സരസ്വതി സമ്മാൻ അവാർഡ് വിന്നർ. സരസ്വതി സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹരിവൻഷ് റായി ബച്ചൻ ആണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണ്? ഹരിവൻഷ് റായി ബച്ചൻ ആണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണ്? ഹരിവൻഷ് റായി ബച്ചൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കാലോ. അപ്പൊ വ്യാസസമ്മാൻ മറക്കണ്ട. ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1991. ഹിന്ദി ലിറ്ററേച്ചറിൽ നൽകുന്ന അവാർഡ്. ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ. അങ്ങനെയാണെങ്കിൽ KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന മറ്റൊരു അവാർഡാണ് സരസ്വതി സമ്മാൻ അവാർഡ്. സരസ്വതി സമ്മാൻ അവാർഡും ഏത് വർഷം തന്നെയാണ്? 1991-ൽ തന്നെയാണ് കേട്ടോ. സരസ്വതി സമ്മാൻ അവാർഡ് ഏത് വർഷം തന്നെയാണ്? 1991-ലാണ്. ഈ സരസ്വതി സമ്മാൻ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ആർക്കാണ്? ഹരിവൻഷ് റായി ബച്ചൻ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഹൗ മച്ച് മണി ഈസ് ഗിവൺ ടു രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് വിന്നർ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് വിന്നറിന് നൽകുന്നത് എത്ര ലക്ഷം രൂപയാണ്? 25 lakh ആണ് കേട്ടോ. എത്രയാണ്? 25 lakh. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1991-92 ടൈം പീരീഡിലാണ്. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നാണ് 1991-92 ടൈം പീരീഡിൽ. റീസെന്റ് നടന്ന ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ റീനെയിം ചെയ്യുന്നുണ്ട്. എന്തായിട്ട്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട്. ഓക്കെ, അപ്പൊ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ റീനെയിം ചെയ്യുന്നുണ്ട് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. അപ്പം രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്യുന്ന വർഷം എക്സാമിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നാ 1991-92-ലാണ്. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ റീനെയിം ചെയ്തു. എന്തായിട്ട്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട്. അപ്പൊ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ റീനെയിം ചെയ്ത വർഷം എന്നാണ്? 2021-ലാണ്. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1991-92 ടൈം പീരീഡിലാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ റീനെയിം ചെയ്തു. എന്തായിട്ട്? ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡായിട്ട്. അപ്പൊ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ്? 2021-ലാണ്. ഓക്കെ, ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ്? 2021-ലാണ്. ഓക്കെ, ഈ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് വിശ്വനാഥൻ ആനന്ദിനാണ് കേട്ടോ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണ്? വിശ്വനാഥൻ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദിനാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാലോ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 91-92. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് റീനെയിം ചെയ്തത് 2021-ലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. അർജുന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം. അർജുന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? അത് 1961-ലാണ്. ഓക്കെ, അർജുന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1961-ലാണ്. അതുപോലെ തന്നെ ദ്രോണാചാര്യ അവാർഡ് സ്പോർട്സ് കോച്ചസിന് നൽകുന്ന അവാർഡാണ്. അപ്പൊ ദ്രോണാചാര്യ അവാർഡ്, ഓക്കെ, ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1985-ലാണ്. ഓക്കെ, ദ്രോണാചാര്യ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്? 1985-ല്.
അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഹു വാസ് ദ ഫസ്റ്റ് വിന്നർ ഓഫ് ജ്ഞാനപീഠ അവാർഡ്? ജ്ഞാനപീഠ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിന്. ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം അത് 1961 തന്നെയാണ്. തൊട്ടു മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു 1961 അർജുന അവാർഡ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്നാണ്? 1961. ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്നാണ്? 1961. ബട്ട് ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1965. ജ്ഞാനപീഠ അവാർഡ് 1961 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? പക്ഷെ ഇത് ആദ്യമായിട്ട് നൽകുന്നത് എന്നാ? അത് 1965. ഈ 1965 ഇത് ആദ്യമായിട്ട് നൽകുന്നത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിന്. ഓക്കെ, അപ്പൊ ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1961 ആൻഡ് ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1965. ഈ 1965 ഈ അവാർഡ് നൽകുന്നത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആശാപൂർണ ദേവിയാണ് കേട്ടോ. ആരാണ്? ആശാപൂർണ ദേവിയാണ്. ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്, ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആശാപൂർണ ദേവി, ബംഗാളി റൈറ്റർ ആണ്. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആശാപൂർണ ദേവി, ബംഗാളി റൈറ്റർ. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1976. എന്നാണ്? 1976. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത 1961 ആൻഡ് ഇസ് ഫസ്റ്റ് അവാർഡ് ഇൻ ദി ഇയർ 1965. ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആണ് ആശാപൂർണ ദേവി. ഏത് വർഷം? 1976. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In which year did Government of India instituted 2 civilian awards, ഭാരതരത്ന ആൻഡ് പത്മവിഭൂഷൺ? ഭാരതരത്നയും അതുപോലെ പത്മവിഭൂഷണും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ്. ഓക്കെ, ഭാരതരത്നയും അതുപോലെ തന്നെ പത്മവിഭൂഷണും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം അറിഞ്ഞിരിക്കണം. എന്നാണ്? 1954. ഓക്കെ, ഭാരതരത്നയും അതുപോലെ തന്നെ പത്മവിഭൂഷണും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? 1954. ആദ്യമായിട്ട് ഭാരതരത്ന ലഭിച്ചത് ആർക്കൊക്കെയാ? CV രാമന്, സർവൈപ്പള്ളി രാധാകൃഷ്ണൻ, രാജഗോപാലാചാരി. ഓക്കെ, CV രാമൻ, രാധാകൃഷ്ണൻ, രാജഗോപാലാചാരി. ഇവർക്ക് 3 പേർക്കുമാണ് ആദ്യമായിട്ട് ഭാരതരത്ന ലഭിക്കുന്ന പേഴ്സൺസ്. ഓക്കെ, ആദ്യമായിട്ട് ഭാരതരത്ന ലഭിക്കുന്ന ആർക്കൊക്കെയാണ്? CV രാമൻ, രാജഗോപാലാചാരി, രാധാകൃഷ്ണൻ. ഓക്കെ, ദെൻ ഭാരതരത്നയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പേഴ്സൺസിനെ കൂടെ നമുക്ക് അറിയണം. അത് റീസെന്റ് നടക്കുന്ന എക്സാംസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് പേഴ്സൺസിനെ, ഒരു 4 പേരെ ഞാൻ പറഞ്ഞുതരാം. ഭാരതരത്ന ലഭിച്ച 4 പേരെ ആർട്സ് ആൻഡ് കൾച്ചറിൽ നിന്ന്. ഓക്കെ, അപ്പൊ 4 പേരെ നോട്ട് ചെയ്ത് പഠിക്കണേ. ആ 4 പേരിൽ ആദ്യത്തേത് MS സുബലക്ഷ്മി. MS സുബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. MS സുബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1998. MS സുബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാ? 1998. പണ്ഡിറ്റ് രവിശങ്കർ. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷമായ 1999. തൊട്ടടുത്ത വർഷമായ 1999. ഓക്കെ, അപ്പൊ MS സുബലക്ഷ്മിക്ക് ഭാരതരത്ന 1998. തൊട്ടടുത്ത വർഷമായ 1999 പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. അപ്പൊ MS സുബലക്ഷ്മിക്ക് ആണെങ്കിൽ എന്നാണ്? 1998. പണ്ഡിറ്റ് രവിശങ്കർക്കാണെങ്കിൽ 1999. ഇനി 2001 ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന ലഭിക്കുന്നു. ഓക്കെ, ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന ലഭിക്കുന്നു എന്ന് 2001. ഈ 2001 തന്നെയാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഓക്കെ, ഈ 2001 തന്നെയാണ് ഉസ്താദ് ബിസ്മില്ല ഖാനും ഭാരതരത്ന ലഭിക്കുന്നത്. സോ ഈ 4 പേഴ്സൺസും പലതവണയായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. അത് റീസെന്റ് നടന്ന എക്സാംസ് നോക്കുമ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പേഴ്സൺസ് ആണ്. ഭാരതരത്ന അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചവരെ മറക്കണ്ട. CV രാമൻ,
രാജഗോപാലാചാരി, രാധാകൃഷ്ണൻ. ഇനി പിന്നീടുള്ളത് പഠിക്കണം. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്നത് 1998 തൊട്ടടുത്ത വർഷമായ 1999 പണ്ഡിറ്റ് രവിശങ്കർ. 2001 രണ്ടുപേർക്ക് ലതാ മങ്കേഷ്കറിനും അതുപോലെ തന്നെ ആരെയും ഓർക്കുക, ഉസ്താദ് ബിസ്മില്ല ഖാനെ ഓർക്കുക. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിയണം, സിത്താർ ആണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹനായി. ഓക്കെ, ഷഹനായി ഇൻസ്ട്രുമെന്റ് ആണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. സിത്താർ ആണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. ഇത്രയും കാര്യങ്ങൾ ഓർക്കാലോ. അപ്പൊ ഭാരതരത്നയും അതുപോലെ തന്നെ പത്മഭൂഷണും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്നാണ് 1954. ഓക്കെ, then we go to next question. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് പോപ്പുലേഷൻ ഡേ. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയാമോ? വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജൂലൈ 11 ആണ് കേട്ടോ. ഓക്കെ, വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ജൂലൈ 11. അപ്പൊ തൊട്ട് മുന്നേ നടന്ന നമ്മുടെ RRB NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡേയ്സുകൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോ മെയിൻലി ഓർത്തിരിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് വേൾഡ് ബൈസിക്കിൾ ഡേ. ക്വസ്റ്റ്യൻ വന്നത് എന്താണ്? വേൾഡ് ബൈസിക്കിൾ ഡേ. ചിലപ്പോൾ ഡേയ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും. വേൾഡ് ബൈസിക്കിൾ ഡേ എന്ന് ചോദിക്കില്ല എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ ക്വസ്റ്റ്യൻ വന്നു വേൾഡ് ബൈസിക്കിൾ ഡേ എന്നാണ്. വേൾഡ് ബൈസിക്കിൾ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ആൻസർ ജൂൺ 3 ആണ് കേട്ടോ. ഓക്കെ, വേൾഡ് ബൈസിക്കിൾ ഡേ എന്നാണ് ജൂൺ 3 ആണ്. അതുപോലെ തന്നെ വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നു വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. എന്താണെന്നറിയാമോ? വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ജൂൺ 17 ആണ്. എന്നാണ്? ജൂൺ 17. വേൾഡ് ബൈസിക്കിൾ ഡേ ആണെങ്കിൽ ജൂൺ 3. വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് ജൂൺ 17. നാഷണൽ ഹാൻഡ്ലൂം ഡേ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഹാൻഡ്ലൂം ഡേ. നാഷണൽ ഹാൻഡ്ലൂം ഡേ ഓഗസ്റ്റ് 7 ആണ് കേട്ടോ. നാഷണൽ ഹാൻഡ്ലൂം ഡേ എന്നാണ് ഓഗസ്റ്റ് 7. ഒരു 2 ഡേയ്സ് കൂടി ഇതിന്റെ കൂടുതൽ പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഹിന്ദി ദിവസം, നാഷണൽ ഹിന്ദി ദിവസം. വേൾഡ് ഹിന്ദി ഡേയും നാഷണൽ ഹിന്ദി ഡേ. വേൾഡ് ഹിന്ദി ഡേ ആണെങ്കിൽ ജാനുവരി 10, നാഷണൽ ഹിന്ദി ഡേ ആണെങ്കിൽ സെപ്റ്റംബർ 14 ആണ്. ഓക്കെ, വേൾഡ് ഹിന്ദി ഡേ ആണെങ്കിൽ ജാനുവരി 10, നാഷണൽ ഹിന്ദി ഡേ ആണെങ്കിൽ സെപ്റ്റംബർ 14 ആണ്. അപ്പൊ ഇത്രയും ഡേയ്സ് ഇതിന്റെ കൂടുതൽ നോട്ട് ചെയ്ത് പഠിച്ചോണേ. വേൾഡ് ബൈസിക്കിൾ ഡേ ആണെങ്കിൽ ജൂൺ 3, വേൾഡ് ഡേ ടു കോമ്പാക്ട് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് ആണെങ്കിൽ ജൂൺ 17, നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണെങ്കിൽ ഓഗസ്റ്റ് 7, വേൾഡ് ഹിന്ദി ഡേ ആണെങ്കിൽ ജാനുവരി 10, നാഷണൽ ഹിന്ദി ഡേ ആണെങ്കിൽ സെപ്റ്റംബർ 14. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ഇന്ത്യ ഡിവൈഡഡ്? ഇന്ത്യ ഡിവൈഡ് എന്നുള്ളത് ആരുടെ ബുക്കാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ബുക്കാണ്. ഓക്കെ, ഇന്ത്യ ഡിവൈഡ് എന്നുള്ളത് ആരുടെയാണ്? രാജേന്ദ്ര പ്രസാദ്. മൈ ട്രൂത്ത് എന്നുള്ളത് ആരുടെയാണ്? മൈ ട്രൂത്ത് എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. മൈ ട്രൂത്ത് എന്നുള്ളത് ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ബുദ്ധ ആൻഡ് ഈസ് ധമ്മ. ബുദ്ധ ആൻഡ് ഈസ് ധമ്മ, തോട്ട്സ് ഓഫ് പാകിസ്ഥാൻ, annihilation of caste, waiting for visa, ഇതൊക്കെ ആരുടെയാണ്? BR അംബേദ്കറിന്റെ ബുക്കാണ്. ഓക്കെ, ബുദ്ധ ആൻഡ് ഈസ് ധമ്മ, തോട്ട്സ് ഓഫ് പാകിസ്ഥാൻ, annihilation of caste, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ വിസ. ഇതെല്ലാം ആരുടേതാണ്?
BR അംബേദ്കറിൻ്റെത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാം പഠിക്കണേ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്ത്യ ഡിവൈഡ് ആരുടെയാണ്? രാജേന്ദ്ര പ്രസാദിന്റെ ആണ്. മൈ ട്രൂത്തോ? ഇന്ദിരാഗാന്ധി. ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, തോട്ട്സ് ഓഫ് പാകിസ്ഥാൻ, വെയിറ്റിംഗ് ഫോർ വിസ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ഇത് ഇത്ര ആരുടെയാണ്? BR അംബേദ്കറിന്റെ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pandit Jasraj is an Indian classical vocalist belonging to the Dash Gharana schools of Hindustani classical music. അപ്പോൾ പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യും? പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ മേവാട്ടി ഘരാനയാണ്. ഓക്കെ, പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഈ വർഷം എക്സാമിന് ചോദിക്കാൻ പ്രോബബിലിറ്റി കൂടിയ ഘരാനയാണ് കിരാന ഘരാന. ഓക്കെ, അപ്പൊ കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസ് ആണ് പണ്ഡിറ്റ് ഭീംസൻ ജോഷി. ഓക്കെ, പണ്ഡിറ്റ് ഭീംസൻ ജോഷി, ഗാംഗുബായി ഹങ്കൽ, പണ്ഡിറ്റ് ഭീംസൻ ജോഷി, ഗാംഗുബായി ഹങ്കൽ, പ്രഭ ആത്രെ. ഓക്കെ, പണ്ഡിറ്റ് ഭീംസൻ ജോഷി, ഗാംഗുബായി ഹങ്കൽ, പ്രഭ ആത്രെ. ഇവരെല്ലാം എന്ത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ പണ്ഡിറ്റ് ജസ്രാജ് ആണെങ്കിൽ ഏതാണ്? മേവാട്ടി ഘരാനയാണ്. ഓക്കെ, പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് ഭീംസൻ ജോഷി, ഗാംഗുബായി ഹങ്കൽ, അതുപോലെ തന്നെ പ്രഭ ആത്രെ. ഓക്കെ, പണ്ഡിറ്റ് ഭീംസൻ ജോഷി, ഗാംഗുബായി ഹങ്കൽ, പ്രഭ ആത്രെ. ഇവർ മൂന്നുപേരും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇവർ മൂന്നുപേരും കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, പണ്ഡിറ്റ് ഭീംസൻ ജോഷി, അതുപോലെ തന്നെ ഗാംഗുബായി ഹങ്കൽ, പ്രഭ ആത്രെ കിരാന ഘരാന. പണ്ഡിറ്റ് ജസ്രാജ് ആണെങ്കിലോ മേവാട്ടി ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ്. അടുത്തെന്ന് പറയുന്നത് ഫുൽക്കാരി ഈസ് എ ഫേമസ് എംബ്രോയിഡറി ഓഫ് വിച്ച് സ്റ്റേറ്റ്? അല്ലെങ്കിൽ ഫുൽക്കാരി പെയിന്റിംഗ് ഒക്കെ എവിടെയാണെന്ന് ചോദിക്കും. PP വെച്ച് കണക്ട് ചെയ്ത് ഓർക്കോ. ഫുൽക്കാരി എവിടെയാണ്? പഞ്ചാബിലാണ്. ഫുൽക്കാരി എവിടെയാണ്? പഞ്ചാബില്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാമിന് കസൂട്ടി പെയിന്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കസൂട്ടി എവിടെയാണ്? കർണാടകയാണ് കേട്ടോ. കസൂട്ടി എവിടെയാണ്? കർണാടകയാണ്. കജാലി പെയിന്റിംഗ്, ഓക്കെ, കജാലി പെയിന്റിംഗ് അല്ലെങ്കിൽ ഫാഡ് പെയിന്റിംഗ്. കജാലി പെയിന്റിംഗ് അല്ലെങ്കിൽ ഫാഡ് പെയിന്റിംഗ് എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, കസൂട്ടി ആണെങ്കിൽ കർണാടക, കജാലി അല്ലെങ്കിൽ ഫാഡ് പെയിന്റിംഗ് ആണെങ്കിൽ എവിടെയാണ്? രാജസ്ഥാനില്. ഓക്കെ, അപ്പൊ കസൂട്ടി ആണെങ്കിൽ കർണാടക, കജാലി അല്ലെങ്കിൽ ഫാഡ് പെയിന്റിംഗ് ആണെങ്കിലോ രാജസ്ഥാനിലാണ്. കസൂട്ടി കർണാടക, കജാലി അല്ലെങ്കിൽ ഫാഡ് പെയിന്റിങ്ങോ അത് രാജസ്ഥാനിലാണ്. ഓക്കെ, കസൂട്ടി കർണാടകയിലാണ്, കജാലി അല്ലെങ്കിൽ ഫാഡ് പെയിന്റിങ്ങോ രാജസ്ഥാനിലാണ്. ഒന്നുകൂടി ഓർത്ത് വെച്ചോളുക ഇതിന്റെ കൂട്ടത്തില് പാട്ടചിത്ര പെയിന്റിംഗ്. പാട്ടചിത്ര പെയിന്റിംഗ് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. പാട്ടചിത്ര പെയിന്റിംഗ് എവിടെയാണ്? ഒഡീഷയിൽ. അപ്പൊ കസൂട്ടി ആണെങ്കിൽ കർണാടക, കജാലി പെയിന്റിങ്ങും ഫാഡ് പെയിന്റിങ്ങും ആണെങ്കിൽ രാജസ്ഥാൻ, പാട്ടചിത്ര പെയിന്റിംഗ് ആണെങ്കിൽ എവിടെയുമാണ്? ഒഡീഷയിലുമാണ്. ഫുൽക്കാരിയോ? ഫുൽക്കാരി പഞ്ചാബിൽ. ഫുൽക്കാരി പഞ്ചാബില്, കസൂട്ടി കർണാടക, കജാലി അതുപോലെ ഫാഡും ആണെങ്കിൽ രാജസ്ഥാൻ, ദെൻ പാട്ടചിത്രയാണെങ്കിലോ ഒഡീഷ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടാലി ഇസ് ദ ബ്രൈഡൽ ഡ്രസ് worn by the brides belonging to the which state? അപ്പോൾ ബ്രൈഡൽ ഡ്രസ് ആയിട്ടുള്ള പൊട്ടാലി, പൊട്ടാലി എന്നല്ല, പോട്ട്ലോയി എന്നാണ് കേട്ടോ. പോട്ട്ലോയി എന്നാണേ. ഓക്കെ, അപ്പോൾ ബ്രൈഡൽ ഡ്രസ് ആയിട്ടുള്ള പോട്ട്ലോയി ആണ് കേട്ടോ. ബ്രൈഡൽ ഡ്രസ് ആയിട്ടുള്ള പോട്ട്ലോയി എന്ന് പറയുന്ന ഡ്രസ്സ് ഏത് സ്റ്റേറ്റ് ആണ്? സിലിണ്ടറിക്കൽ ടൈപ്പ്ഡ് സ്കേർട്ട് ആണ് കേട്ടോ. സിലിണ്ടറിക്കൽ ടൈപ്പ്ഡ് ഡ്രസ്സാണ്. സിലിണ്ടറിക്കൽ ടൈപ്പ്ഡ് സ്കേർട്ട് പോലത്തെ ഡ്രസ്സാണ് എന്ന് പറയുന്നത് പോട്ട്ലോയി എന്ന് പറയുന്നത്. പോട്ട്ലോയി. ഓക്കെ, ഈ പോട്ട്ലോയി എന്ന് പറയുന്ന ഡ്രസ്സ് ഏത് സ്റ്റേറ്റ് ആണ്? മണിപ്പൂർ ആണ് കേട്ടോ. ഏത് സ്റ്റേറ്റ് ആണ്? മണിപ്പൂർ. ഓക്കെ, അപ്പൊ പോട്ട്ലോയി ഏത് സ്റ്റേറ്റ് ആണ്? മണിപ്പൂർ. ഇവിടെ കണക്റ്റഡ് ഫാക്ട് ഒന്നും വേറെ പറയാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ളത് ആരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്? ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ളത് ആരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്?
ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആരുടെയാണ്? APJ അബ്ദുൽ കലാമിന്റെ ആണ്. ഓക്കെ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആരുടെ ബുക്കാണ്? APJ അബ്ദുൽ കലാമിന്റെ ബുക്കാണ്. അപ്പോ വിങ്സ് ഓഫ് ഫയർ, വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫിയാണ് വിങ്സ് ഓഫ് ഫയർ. ഇൻഡമിറ്റബിൾ സ്പിരിറ്റ്, അതുപോലെ തന്നെ മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻടു ആക്ഷൻ. ഓക്കെ, മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻടു ആക്ഷൻ. My journey transforming dreams into action, wings of fire, indomitable spirit. ഇതെല്ലാം ആരുടെയാണ്? APJ അബ്ദുൽ കലാമിന്റെ ആണ്. നോട്ട് ചെയ്തോണേ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയുന്നു. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, വിങ്സ് ഓഫ് ഫയർ, ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്, മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻടു ആക്ഷൻ. ഓക്കെ, വിങ്സ് ഓഫ് ഫയർ, ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്, മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻടു ആക്ഷൻ. ഓക്കെ, വിങ്സ് ഓഫ് ഫയർ, indomitable spirit, my journey transforming dreams into action, and also ignited minds. ആരുടെയാണ്? APJ അബ്ദുൽ കലാമിൻ്റെത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ 15ഓളം ക്വസ്റ്റ്യൻസും ശരിക്കും 15 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണക്റ്റഡ് ഫാക്റ്റുകളാക്കി പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ എന്ത് ചെയ്യുക, പ്രോപ്പർലി ഇപ്പം ക്ലാസ് എൻഡ് ആയ സമയത്ത് തന്നെ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വീണ്ടും റിവൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ പഠിക്കും. എക്സാം ഹോളിൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർലി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.